കേരളത്തെ ലോകത്തിനു മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഓണത്തിന് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലേക്കും പണം എത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. റോഡിലൂടെ ഇപ്പോൾ പോകാൻ വയ്യ, ഒരു കാലത്തും ഇല്ലാത്ത തിരക്കാണ് എല്ലായിടത്തും. എൻ്റെ ഉള്ളിലുള്ള ഒരാഗ്രഹം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഈ തന്നിരിക്കുന്ന പൈസ മുഴുവൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്നാണ്. ബാങ്കിലൊന്നും ഇപ്പോൾ കൊണ്ടുപോയിട്ടരുത്, ഇത് മുഴുവൻ ചെലവാക്കണം. അങ്ങനെ ഈ പണം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഖജനാവിലേക്ക് വീണ്ടും പൈസ വന്നുകൊണ്ടിരിക്കും, ടാക്സായിട്ട് വന്നുകൊണ്ടിരിക്കും. അതൊരു 5-6 റൗണ്ട് കേരളത്തിൽ ഈ പൈസ ഇപ്പോൾ മുടക്കിയിരിക്കുന്ന പൈസ 5-6 റൗണ്ട് കറങ്ങുമ്പോൾ മണി ഇൻ സർക്കുലേഷനാണ്. അത് തിരിച്ച് വീണ്ടും ഖജനാവിലേക്ക് വരുമ്പോൾ ഇതിലും കൂടുതൽ പൈസ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിന്റെ സവിശേഷതകളും പ്രകൃതി മനോഹരതയും അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതിനായി നിരവധി സമഗ്ര പദ്ധതികളാണ് സർക്കാർ തുടക്കമിടുന്നത്. തുറമുഖങ്ങളും കായലുകളും നദികളും സംയോജിച്ചുകൊണ്ടുള്ള ഇന്റർഗ്രേറ്റഡ് ടൂറിസം പ്രോജക്റ്റ് നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കായി ക്രൂയിസ് ടെർമിനലുകൾ, റിസർവ് ക്രൂയിസുകൾ എന്നിവ നടപ്പിലാക്കുകയും റോഡ് റെയിൽ കണക്ടിവിറ്റികൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സീറോ വേസ്റ്റ് ക്ലീൻ കേന്ദ്രമാക്കി മാറ്റും. ബീച്ച് റിസർവർ, ഫോറസ്റ്റ് ടൂറിസങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഓഷ്യാനറിയും സജ്ജമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഘോഷം മാത്രമല്ല, മലയാളിയുടെ ജീവിതം ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താനുള്ള അവസരം കൂടിയാണ് വാരാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ടൂറിസം, സാംസ്കാരിക, സിനിമ വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വർഷം മുതൽ ഈ നിശാഗന്ധിയിൽ എല്ലാ ദിവസവും, ഇന്നിപ്പോൾ ശോഭന അവതരിപ്പിക്കുന്ന നൃത്തമാണ്, പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാടിൻ്റെ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം, പൂതനും തിറയും, ഇതെല്ലാം നിശാഗന്ധിയിൽ 6 മണി മുതൽ 7 മണി വരെ നിശാഗന്ധിയിൽ അവതരിപ്പിക്കുക. മലയാളി എവിടെയാണെങ്കിലും ഓണമാകുമ്പോൾ ഓണാകും. തിരുവനന്തപുരത്തെ ആളുകൾ ഇന്നലെ മുതലേ ഓണായി കഴിഞ്ഞു. ഇത് അനന്തപുരമല്ല, ഇത് ആനന്ദപുരമായി മാറുകയാണ്. നടൻ കുഞ്ചാക്ക ബോബൻ മുഖ്യ അതിഥിയായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് സമത്വമുണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഭരണാധികാരി. എനിക്ക് തോന്നുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക്, മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർക്കുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ആ മാവേലിയുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എങ്ങനെയാണ് ഭരിച്ചിരുന്നത്, അന്ന് കേരളം എന്തായിരുന്നു, സുന്ദരവും സുരഭിലവും സമത്വവും സമൃദ്ധിയും നിലനിന്നിരുന്ന ഒരു കേരളം, അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ മാറി വരുന്ന സർക്കാരുകൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും? ചടങ്ങിൽ ആരോഗ്യം, ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ, ഡോക്ടർ ശശി തരൂർ എം പി, MLA-മാരായ വിൻസെന്റ് എൻ ശക്തൻ, ജി സ്റ്റീഫൻ, രമ്യ ഹരിദാസ, സുധീർ ഷാ പാലോട്, GR അനിൽ, മേയർ VV രാജേഷ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രിയദർശിനി, ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, ടൂറിസം സെക്രട്ടറി K ബിജു, ഡയറക്ടർ M അഞ്ജന, അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കാര്യം മറക്കരുത്, ടൂറിസം നമ്മുടെ കേരളത്തിൻ്റെ വലിയ ഒരു എൻജിൻ ഓഫ് ലൈവ്ലിഹുഡായിട്ട് കാണണം. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ടൂറിസമിലാണ് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ഭാഗവും ടൂറിസമിന് വേണ്ടി വാതിൽ തുറക്കണം. അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും, ഓണം ആഘോഷിക്കാൻ വരുന്നവരും ഈ സ്ഥലം കാണുന്നവരും കേരളത്തിനെ അവർ ഹൃദയത്തിൽ കൊണ്ടുപോട്ടെ ഇവിടുന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈ തലസ്ഥാനത്ത് നിന്ന് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടും വരാൻ പോകുന്ന നമ്മളെ കണ്ടിട്ട് ഈ സ്ഥലം വിട്ട് പോകുന്നവർക്കും കേരളത്തിൻ്റെ സൗന്ദര്യവും എല്ലാം അറിയട്ടെ.
മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.